ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി ഡോക്ടറുടെ മൊഴി. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ മൊഴി സാധൂകരിക്കുന്നതാണ്. 2 ഡോക്ടർമാർ നൽകിയ മൊഴി. അമിത രക്തസ്രാവം ഉണ്ടായെന്നും യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായെന്നും ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ഭ്രൂണ ഹത്യയ്ക്കായി രാഹുലിന്റെ സുഹൃത്ത് എത്തിച്ചത് 2 മരുന്നുകളെന്നാണ് യുവതിയുടെ മൊഴിയിലുള്ളത്. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണ് എത്തിച്ചത്. വിവരങ്ങളുമായി MS വീണ നമുക്കൊപ്പം ചേരുകയാണ്. വീണ, ഈ യുവതി ചികിത്സ തേടിയത് 2 ആശുപത്രിയിലാണ്. 2 ഡോക്ടർമാരുടെ നിർണായകമായ മൊഴി. രാഹുൽ ഒന്നും അറിഞ്ഞില്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പക്ഷേ യുവതിയുടെ മൊഴി എന്താണ് എന്നത് അടിവരയിടുന്നത് തന്നെയാണ് ഡോക്ടർമാരുടെ മൊഴി. അമിതമായ രക്തസ്രാവം, ആ പെൺകുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ സാധൂകരിക്കുന്ന തെളിവുകൾ. ഡോക്ടർമാരുടെ മൊഴി എത്രത്തോളം നിർണായകമാകും വീണ? രാഖി, ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുമെന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പരാതിക്കാരി നൽകിയ മൊഴികൾ അത് സാധൂകരിക്കുന്നതാണ്. ഈ 2 ഡോക്ടർമാർ നൽകിയ മൊഴികളിലുള്ളത് എന്നുള്ളതാണ്. പരാതി നൽകിയപ്പോഴും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴും കൃത്യമായി പെൺകുട്ടി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും ദുരനുഭവങ്ങളെയും കുറിച്ച്. വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനത്തിനടക്കം തന്നെ ഇരയാക്കി, തുടർന്ന് ബലാത്സംഗം ചെയ്തു, തുടർന്ന് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചു. അതിനായി സുഹൃത്ത് വഴി മരുന്ന് നൽകി, ആ മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പിക്കാനായിട്ട് വീഡിയോ കോൾ വിളിച്ച് സ്ഥിരീകരിച്ചു. ഈ വിവരങ്ങളൊക്കെ പോലീസിന് നൽകിയ പരാതിയിലും ഒപ്പം തന്നെ മൊഴിയിലും അടക്കം പെൺകുട്ടി ആവർത്തിച്ച് പറഞ്ഞതുമാണ്. ഇക്കാര്യങ്ങളൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഡോക്ടർമാരുടെ മൊഴിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മൊഴി ശരിയാണെന്ന് വയ്ക്കുന്ന മറുപടികൾ തന്നെയാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ആ കൃത്യമായി ഡോക്ടർമാർ പറയുന്നുണ്ട്. അതായത് പെൺകുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഭ്രൂണഹത്യയ്ക്കായിട്ടുള്ള മരുന്നുകൾ രാഹുൽ നൽകിയതിന്റെ ബുദ്ധിമുട്ടുകൾ പെൺകുട്ടിക്ക് പ്രകടമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ചികിത്സ തേടിയിരുന്നു എന്നുള്ള ഡോക്ടർമാർ കൃത്യമായി പറയുന്നുണ്ട്. അമിത രക്തസ്രാവവുമാണ് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സ തേടിയതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 2 ഡോക്ടർമാർ നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഈ മൊഴികൾ കൂടി പുറത്തു വന്നതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകും, പിടിവീഴുമെന്നുള്ളത്. ഇത് രാഹുലിന് മനസ്സിലായ സാഹചര്യത്തിലായിരിക്കാം മുൻകൂർ ജാമ്യം എന്നുള്ള അടവ് നയവുമായി രാഹുൽ ഇറങ്ങിയിരിക്കുന്നത്. ആവനാഴിയിലെ അവസാന അമ്പുമായി രാഹുൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും രാഹുൽ ഒളിവിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മൊഴികൾ കിട്ടിയിട്ടും കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് രാഹുൽ കുറ്റം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടും രാഹുലിനെ എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കൃത്യമായി ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ മൊഴി മാത്രമല്ല പെൺകുട്ടിക്ക് നടത്തിയ ചികിത്സകളുടെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മറി റിപ്പോർട്ടുകളടക്കം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയടക്കം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. അതായത് പെൺകുട്ടി ഗർഭിണിയായിരുന്ന 3 മാസക്കാലം ഭ്രൂണത്തിന് വളർച്ചയുണ്ടായിരുന്നു. ആ ഭ്രൂണത്തെയാണ് ഹത്യ ചെയ്യുന്നതിനായിട്ടുള്ള മരുന്നുകൾ പെൺകുട്ടിക്ക് നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാതൊരുവിധ മെഡിക്കൽ പരിശോധനകളും നടത്തിയില്ല എന്നുള്ളതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട ചികിത്സാക്രമങ്ങൾ ഒന്നും തന്നെ നടത്താതെയാണ് പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് സുഹൃത്ത് വഴി ഒരു മരുന്ന് നൽകുകയും മരുന്ന് കഴിപ്പിച്ചു എന്ന് ഉറപ്പിക്കുകയും രാഹുൽ ചെയ്തത്. മരുന്ന് കഴിച്ചതിന് ശേഷം പെൺകുട്ടിക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പുറത്തു വന്ന പെൺകുട്ടിയുടെ ശബ്ദരേഖയിൽ നിന്നും വ്യക്തമായതുമാണ്. ഈ തെളിവുകളുടെയും പെൺകുട്ടി നൽകിയ ഡിജിറ്റൽ തെളിവുകളുടെയും ഈ മൊഴിയുടെയും ശബ്ദ സന്ദേശത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഡോക്ടർമാരുടെ മൊഴിയും എടുത്തിരിക്കുന്നത്. പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. സംബന്ധിച്ചിടത്തോളം ഈ മരുന്നുകളുടെ വിവരം നമുക്ക് ലഭിക്കുന്നതനുസരിച്ചാണെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി കൊല്ലപ്പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുലിന് സുഖമായി രക്ഷപ്പെടാമായിരുന്നു. അതുതന്നെയാണ് രാഹി. അതായത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ്. രാഹുലിന്റെ നിർബന്ധപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് ആ സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റുകളിൽ നിന്നും പുറത്തായതാണ്. രാഹുൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി വേണമെന്നുള്ള ആവശ്യമൊക്കെ പറയുന്നതും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അബോർഷൻ അടക്കമുള്ള മരുന്നുകൾ എത്തിക്കുന്നതും രാഹുൽ സുഹൃത്ത് വഴിയാണ്. ആ മരുന്നുകൾ കഴിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ ആദ്യമേ പുറത്തു വന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, ഈ മരുന്നുകൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭ്രൂണത്തിന് 7
ആഴ്ച വളർച്ചയുള്ള കാലത്ത് കഴിക്കേണ്ട മരുന്നുകളാണ്. എന്നാൽ 3 മാസം വളർച്ച എത്തിയപ്പോഴാണ് പെൺകുട്ടിയെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു 3 മാസക്കാലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പെൺകുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു ഭ്രൂണം എന്ന് പറയുന്നത് ആദ്യ മാസങ്ങളിലൊക്കെ സ്കാൻ അടക്കമുള്ള ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഗർഭപാത്രത്തിലാണോ അതോ ട്യൂബിലാണോ എന്നുള്ളത്. ഇത് ട്യൂബിലായിരുന്നുവെങ്കിൽ പെൺകുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും പ്രധാനമാണെങ്കിൽ പോലും പെൺകുട്ടിക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, മാനസിക പ്രശ്നങ്ങളുണ്ടായി. പെൺകുട്ടി ഇതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. കൃത്യമായി പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട മൊഴിയും നൽകിയിരുന്നു. തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളും ആത്മഹത്യാ ശ്രമം നടത്തുകയും തുടർന്ന് പെൺകുട്ടി കടന്നുപോയ മാനസിക ബുദ്ധിമുട്ടുകളടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഇക്കാര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ചില വാദങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുലിന് പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിവാഹിതയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടും രാഹുൽ സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഹുൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് ചെയ്തതെന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. കാര്യം പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ നൽകുമ്പോൾ പോലും ഈ തുടർന്ന് പെൺകുട്ടിയെ പരാതികൾ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പീഡനം നടന്നതിന് ശേഷം അടക്കം ആ ഒരു ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്, കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പലതവണ ഇത്തരത്തിൽ ബലാത്സംഗത്തിനടക്കം ഈ ഒരു യുവതിയെ വിധേയമാക്കിയത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലടക്കം കടന്നു പോകുമ്പോഴും ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിക്കുന്നു. കുഞ്ഞ് വേണമെന്നുള്ള ആവശ്യം രാഹുൽ പറഞ്ഞ് അവസാന നിമിഷം ഭ്രൂണഹത്യയിലേക്ക് എത്തുന്നു. ഇതടക്കം പെൺകുട്ടി പറയുന്ന മൊഴികൾ, അതായത് രാഹുലുമായി നടത്തിയ സംഭാഷണത്തിന്റെ ക്ലിപ്പുകളടക്കം പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ രാഹുൽ തന്നെ പറഞ്ഞത് രാഹുലിന് വിരുദ്ധമായിട്ടുള്ള തെളിവുകൾ വന്നിട്ട് പോലും കൃത്യമായിട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിൽ പോലീസ് പോകാത്തതും വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. കാരണം പരാതി നൽകി 3 ദിവസമാവുകയാണ്. രാഹുലിന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം ഒരുക്കി കൊടുക്കുന്നത്. ഈ 3 ദിവസമായിട്ടും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. രാഹുൽ ഒളിച്ചു കളിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനേ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ തിരുവനന്തപുരത്ത് വന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നതിനായിട്ടാണ് രാഹുൽ വഞ്ചൂരെത്തിയത്. രാഹുൽ വഞ്ചൂരിലെത്തിയതിന്റെ തെളിവുകളും കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 വീലറിലെത്തുകയും അന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച മണിക്കൂറുകൾക്ക് മുമ്പിലാണ്, അതായത് കേസ് ചാർജ് ചെയ്ത മണിക്കൂറുകൾക്കകം ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിക്കുന്നു. പിന്നാലെ രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. മാസ്കും അതുപോലെ തന്നെ ഹെൽമറ്റും ധരിച്ചെത്തി. അതായത് രാഹുലിനെ തിരിച്ചറിയാൻ സാധിക്കാതെ, അത്തരത്തിൽ തിരിച്ചറിയാതിരിക്കാനുള്ള രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കാരണം ഈ ലുക്കൌട്ട് നോട്ടീസിലടക്കം പുറപ്പെടുവിക്കുമ്പോൾ രാഹുലിനെ ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിനെ വലിയ തരത്തിൽ പ്രചാരണങ്ങളും റീൽസുകളടക്കം ഇപ്പോഴും പ്രചരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതുമാണ്. രാഹുലിന്റെ ഒരു ഭാഗത്ത് അതായത് സ്തുതി പാടുന്നവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സ്തുതി പാഠകർ തന്നെയാണ് പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള വ്യാപക അതിക്രമം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവം ഇതാണെന്നൊക്കെ പുറത്ത് വിവരങ്ങൾ വന്നിട്ട് പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ, മൊഴി ശരിയെന്ന് വയ്ക്കുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളും മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ട് പോലും രാഹുലിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ട് പോലും ഇപ്പോഴും രാഹുലിനെ വാഴ്ത്തിപ്പാടുന്നവരുടെ എണ്ണം കൂടുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ PR വർക്കിന്റെ ഭാഗമായി പെൺകുട്ടിയെ തിരഞ്ഞു പിടിച്ചുള്ള ആക്രമം, ചില കോൺഗ്രസ് നേതാക്കളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളുമൊക്കെ FB അടക്കം ഇടുന്നുണ്ട്. ചില ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് അതെന്തിനാണ് ഡിലീറ്റ് ചെയ്തു എന്ന് സാധൂകരിക്കുന്ന വിവരങ്ങളും ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അടക്കം കടക്കുന്ന ഒരു വിവരങ്ങൾ ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അവളെ പൂർണ്ണമായി മാനസികമായി തളർത്തുക. നമുക്കറിയാം, ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ് ആ പെൺകുട്ടിയുള്ളത്. അതിക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് ഇപ്പോൾ അതിക്രൂരമായി സൈബർ ആക്രമണത്തിന് വിധേയക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതി നൽകാൻ വൈകി എന്ന ചോദ്യം ഈ രാഹുൽ അനുകൂലികൾ ഉയർത്തുമ്പോൾ അതിന് ഉത്തരം ഇത് തന്നെയാണ്. അതിക്രൂരമായ സൈബർ ആക്രമണം ഭയന്നിട്ടാകാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി പോലീസ് സംരക്ഷണയിലാണല്ലേ? തീർച്ചയായും പെൺകുട്ടി പോലീസ് സംരക്ഷണയിലാണ്. ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഫ്ളാറ്റിലടക്കം അതിജീവിതയൊപ്പം എത്തിച്ചുകൊണ്ടാണ് മഹസർ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതി എന്തുകൊണ്ട് ആദ്യമേ നൽകിയില്ല എന്ന് രാഖി സൂചിപ്പിച്ച ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അത് മാത്രമല്ല പെൺകുട്ടി അന്ന് ആ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ ബുദ്ധിമുട്ടുകൾ അടക്കമുണ്ട്. അതിനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല പെൺകുട്ടി എന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സധൈര്യം അതിജീവിച്ച്
അതിജീവിച്ചുകൊണ്ടാണ്, അതിജീവിതയായി തന്നെയാണ് പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചതും. നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചപ്പോഴും പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ചില കോണുകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ PR വർക്കടക്കം രാഹുലിനെ സ്തുതി പാടുന്നവരടക്കമുള്ളവർ ഈ പെൺകുട്ടിയെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതും നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിജീവിതം മാത്രമല്ല, ഇതുപോലെ തന്നെ നിരവധി പെൺകുട്ടികൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള പല സന്ദേശങ്ങൾ അയക്കുന്നതും അത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുമ്പ് തന്നെ നിരവധി യുവതികൾ രംഗത്തെത്തിയതായിരുന്നു. ചിലർ ഇപ്പോഴും പരാതി നൽകുവാൻ ഭയന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പ്രചോദനമായിക്കൊണ്ടാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പെൺകുട്ടി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. പൊതുസമൂഹത്തിൽ ഇപ്പോഴും പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് തന്റെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കൂടിയാണ്. എന്നാൽ പോലും ഒരു പെൺകുട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. മറ്റൊരു വിമർശനം കോൺഗ്രസ് നേതാക്കളടക്കം കഴിഞ്ഞ ദിവസവും അതിനു മുമ്പും സ്വീകരിച്ചതിൽ പെൺകുട്ടി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ പൗര ആയാലും അതല്ല കേരളത്തിലുള്ള താമസിക്കുന്ന ഒരു പൗര എന്ന രീതിയിൽ ആരാണെങ്കിൽ പോലും ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് ആർക്ക് പരാതി നൽകണം എന്നുള്ളത് തീർത്തും അവർക്ക് സ്വയമേ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെൺകുട്ടി നിയമ നടപടിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അവരുടെ അന്വേഷണത്തിനായിട്ട് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ട് പോലും രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മണിക്കൂറുകളിലും രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ആ പെൺകുട്ടി എത്തുമ്പോൾ തീർച്ചയായും വളരെ വേഗത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന യുവതി പ്രതീക്ഷിച്ചിരിക്കാം. എത്രയും വേഗം MLA പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം, തെളിവുകൾ പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷെ യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം നേരിട്ട് അന്വേഷണ സംഘത്തിലേക്ക് പോകാതെ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് അവൾ എത്തിയതും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതും 1.5 മണിക്കൂറോളം മുഖ്യമന്ത്രിക്കൊപ്പം സമയം ചെലവഴിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹവുമായി സംസാരിച്ചതാണ്. പക്ഷേ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിടികൂടാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു, 3ാമത്തെ ദിവസമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഏതോ ഒളിയിടത്തിൽ തന്നെയാണ്.